മാനത്തെ കൊട്ടാരം സീരിയലിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പുതിയ വീടിൻ്റെ ഗണപതി ഹോമം നിർവഹിക്കുന്ന മാധവനെയും ചന്ദ്രികേനെയാണ് കേട്ടോ. അങ്ങനെ ഹോമമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം തിരുമേനി പറയണേ, എന്നാൽ ഇനിയിപ്പോൾ കൃത്യമുഹൂർത്തത്തിൽ തന്നെ പാലുകാച്ചൽ നടത്തി ഗൃഹപ്രവേശം ചെയ്യാം. അങ്ങനെ അവർ ക്ഷണിച്ച ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാകും. ഈ സമയം മാധവനും ചന്ദ്രികയും ഒന്നിച്ച് വാതിൽ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ അവരാരെയോ കാത്തു നിൽക്കുന്നത് പോലെ തോന്നുമ്പോൾ മാധവൻ്റെ കൂട്ടുകാരൻ ചോദിക്കണേ, അല്ല നിങ്ങൾ ആരെയും നോക്കുന്നത്, ആരെങ്കിലും വരാനുണ്ടോ? പാല് കാച്ചണ്ടേ? അന്നേരം മാധവൻ പറയണേ, ഉണ്ട്, ഞങ്ങൾ ചില ആൾക്കാരൊക്കെ വരാൻ വേണ്ടി കാത്തു നിൽക്കുവാണ്. മറ്റാരുമല്ല, ദേ ഇവളുടെ അച്ഛനും ചേട്ടനും ഒക്കെ അവരെ ക്ഷണിച്ചിട്ടുണ്ട്, അവർ കൂടി വരട്ടെ, എന്നിട്ട് ചടങ്ങുകൾ തുടങ്ങാം. ഈ സമയത്ത് തന്നെ ചന്ദ്രികയുടെ അച്ഛനും ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയൊക്കെ അവിടെ എത്തുവാണ്. അവരെത്തിയ വിവരം അറിയുന്നതും മാധവനും ചന്ദ്രനും ഉടനെ തന്നെ പുറത്തേക്ക് അവരെ സ്വീകരിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ കണ്ട സന്തോഷത്തിലാണ് ചന്ദ്രിക. എല്ലാ പിണക്കങ്ങളും മറന്ന് അച്ഛനും ചേട്ടനും ഏട്ടത്തിയമ്മയൊക്കെ വന്നപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ അച്ഛനെയും കുട്ടി തങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് കേട്ടോ. പിന്നീട് വീടിൻ്റെ പാല് കാച്ചിലൊക്കെ നടക്കുവാണ്. ഈ സമയം അച്ഛൻ ചന്ദ്രികയോട് പറയണേ, അങ്ങനെ എൻ്റെ മോള ശബ്ദം പാലിച്ചിരിക്കുകയാണ്. ഈ സമയം ചന്ദ്രികയുടെ ഏട്ടൻ പറയണേ, മാധവ, ഇപ്പോഴാണ് എനിക്കൊത്തിരി സന്തോഷമായത്. ഒരു സ്വന്തമായിട്ടൊരു 3 നില കെട്ടിടത്തിൻ്റെ ഉടമയാവുന്നത് വരെ ഇനി ആ കുടുംബത്തിലേക്ക് കാലുകുത്തില്ലെന്ന് പറഞ്ഞല്ലേ ചന്ദ്രികയും നീയോ അവിടെ നിന്ന് ഇറങ്ങിയത്. നീ നിൻ്റെ വാക്ക് പാലിച്ചു, നീ ഒരാണാണെന്ന് തെളിയിച്ചിരിക്കുന്നു. എൻ്റെ പെങ്ങള് നിൻ്റെ കൂടെ ജീവിക്കുന്നതിൽ എനിക്കിപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ മാധവനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഈ സമയം തന്നെ ഉറങ്ങിക്കിടക്കുന്ന മാധവനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാധവൻ സ്വപ്നത്തിൽ കാണുവാണ് കേട്ടോ. എന്നിട്ട് മാധവൻ സ്വപ്നത്തിൽ ഇങ്ങനെ എണീറ്റിരിക്കുകയാണ്. എന്നിട്ട് പറയണേ, ചന്ദ്രികെ, നമ്മുടെ പുതിയ വീടിനെ കുറിച്ചുള്ള നിൻ്റെ അഭിപ്രായം എന്താ? നിൻ്റെ സ്വപ്നത്തിൽ പോലെ അതേപോലെ തന്നെ വന്നില്ലേ നമ്മുടെ വീടും? നിൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടന്നില്ലേ? അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന മാധവനെ കണ്ട് ചന്ദ്രിക എണീറ്റ് ചോദിക്കുക, അതെ മാധവേട്ട, എന്താ എന്നത്തെയും പോലെ ഇന്നും ആ സ്വപ്നം കണ്ടോ? വർഷം കുറേ ആയില്ലേ മാധവേട്ട, അന്ന് എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ അങ്ങനെ ഒരു ശബ്ദം പറഞ്ഞു എന്ന് പറഞ്ഞ് ഇപ്പോഴും മാധവേട്ടൻ്റെ മനസ്സിലതാണല്ലേ? അന്നേരം മാധവൻ പറയണേ, അതങ്ങനെ വെറും ഒരു ശബ്ദമല്ലല്ലോ, ഭർത്താവായ എനിക്ക് വേണ്ടി നീ നിൻ്റെ ജീവിതത്തിൽ സഹിച്ച ഏറ്റവും വലിയ ത്യാഗമല്ലേ? നീ നിൻ്റെ കുടുംബക്കാരെ പോലെ ഉപേക്ഷിച്ചല്ലേ എൻ്റെ കൂടെ വന്നത്? എന്നിട്ട് മുമ്പ് നടന്ന ആ ഒരു സംഭവങ്ങൾ കാണിക്കുവാണ്. ചന്ദ്രികയുടെ അച്ഛനും ഏട്ടനും അവരെല്ലാവരും കൂടി ചന്ദ്രയ്ക്ക് വേണ്ടി ഒരു ചെക്കനെയൊക്കെ കണ്ടെത്തി വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയം ചന്ദ്രയുടെ അച്ഛൻ പറയണേ, എൻ്റെ മോളെ കൊണ്ട് ഞാൻ ഒരു സമ്പന്നനും വിദ്യാസമ്പന്നനുമായിട്ടുള്ളൊരു പയ്യനെ കൊണ്ട് മാത്രമേ കല്യാണം കഴിപ്പിക്കൂ. നിങ്ങളുടെ മോന് അതൊക്കെയുണ്ട്, നല്ല തറവാടത്തുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണ്. അന്നേരം ആ ചെറുക്കൻ അമ്മയോട് പറയുന്നുണ്ട്, പെൺകുട്ടിയുടെ സമ്മതം ചോദിച്ചില്ലല്ലോ എന്ന്. അത് കേൾക്കുമ്പോൾ ചന്ദ്രയുടെ അച്ഛൻ പറയണേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എന്ത് പറയുന്നോ അതേ അവളും അനുസരിക്കൂ. ഞാൻ പറയുന്നതിൽ നിന്ന് അണുവിന് വ്യത്യാസം അവൾ കാണിക്കില്ല. അവളെ പണ്ട് മുതലേ അങ്ങനെയാ. അങ്ങനെ അവർ സംസാരിച്ച് വിവാഹം ഉറപ്പിച്ച ഈ ഒരു സമയത്തായിരിക്കും കേട്ടോ ചന്ദ്രികയും മാധവനും കൂടി വിവാഹം കഴിച്ച് അവിടേക്ക് എത്തുന്നത്. ഈ കാഴ്ച കൊണ്ട് അവരെല്ലാവരും അങ്ങ് ഷോക്കായി നിൽക്കുവാണ്. ഈ സമയം ചന്ദ്രിക പറയണേ, അച്ഛാ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അച്ഛൻ്റെ ചേട്ടൻ്റെ സമ്മതത്തോടെ ഈ വിവാഹം നടക്കില്ല എന്നറിഞ്ഞിട്ടാ ഞാൻ മാധവനെ കൊണ്ട് നിർബന്ധിച്ച് എൻ്റെ കഴുത്തിൽ താളി കിട്ടിയത്. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. അത് കേൾക്കുന്നതും അവിടെ പെണ്ണാലോചിച്ച് വന്ന ആൾക്കാരൊക്കെ ചന്ദ്രികയുടെ അച്ഛനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഓ, ഇതാണോ നിങ്ങളുടെ മകളുടെ വളർത്തു ഗുണം? കൊള്ളാം, കയറിക്കിടക്കാൻ ഒരു കൂരി പോലും ഇല്ലാത്ത ഇവനെയാണല്ലോ നിങ്ങളുടെ മോള് കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതാണോ നിങ്ങളുടെ സമ്പന്നനായ മരുമോൻ? അങ്ങനെയൊക്കെ ചോദിച്ച് അവരെ കളിയാക്കിക്കൊണ്ട് ഓരോന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാണ്. ഈ സമയം ചന്ദ്രികയുടെ ചേട്ടൻ മാധവനെ കുറേ ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. ഡാ, ഈ സ്വത്തിനും പണമൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി നീ എൻ്റെ പെങ്ങളെ ചതിച്ചല്ലേ എന്ന് പറഞ്ഞ് കുറേ തല്ലുവാണ്. അന്നേരം ചന്ദ്രിക ഏട്ടനെ തടഞ്ഞുകൊണ്ട് പറയണേ, ഞങ്ങൾക്ക് ഇവിടുത്തെ ആരുടെ സ്വത്തും പണവും ഒന്നും വേണ്ട. അല്ലെങ്കിലും സ്വത്തിനും പണത്തിനും വേണ്ടിയല്ല മാധവൻ എന്നെ സ്നേഹിച്ചതും വിവാഹം ചെയ്തതും. ഞങ്ങളിവിടുന്ന് പോവുക. സ്വന്തമായിട്ട് ഒരു 3 നില കെട്ടിടത്തിന് ഉടമയാകുന്നത് വരെ ഞാനിനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചനെ ക്ഷണിക്കാനല്ലാതെ ഈ വീടിൻ്റെ പടി ഇനി ഒരിക്കലും ഞാൻ ചവിട്ടില്ല. അങ്ങനെ പറഞ്ഞ് മാധവൻ്റെ കൈയും പിടിച്ച് ചന്ദ്രിക അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം ചന്ദ്രിക ചെയ്ത ഈ ശബ്ദം തൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും താൻ പാലിക്കുമെന്ന് മാധവനും ചന്ദ്രികയ്ക്ക് വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പഴയകാല സംഭവങ്ങളൊക്കെ ഓർക്കുവാട്ടോ മാധവൻ. അന്നേരം ചന്ദ്രിക പറയണേ, ഇപ്പോൾ നമ്മുടെ സമയം പഴയതുപോലെയല്ലല്ലോ, നമുക്ക് കെട്ടിക്കാനായിട്ട് 2 പെൺമക്കൾ കൂടിയില്ലേ, ആദ്യം അവരുടെ കാര്യം നടക്കട്ടെ, തൽക്കാലം ഇതിനെക്കുറിച്ച് നമുക്ക് മറക്കാം. അന്നേരം മാധവൻ പറയണേ, ഇതങ്ങനെ മറന്നു കളയാനൊന്നും പറ്റില്ല, എല്ലാം നടക്കും. നമ്മുടെ പെൺമക്കളുടെ വിവാഹം നടക്കുന്നത് പോലെ തന്നെ പ്രധാനം തൻ്റെ വീട്ടുകാർക്ക് മുമ്പിൽ താൻ ചെയ്ത ശബ്ദം നിറവേറ്റുന്നതും കെട്ടിടം പണിയും അതിനൊപ്പം തന്നെ അങ്ങ് നടക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് പച്ചക്കറി വയ്ക്കാമെന്ന ആ പെണ്ണ് ഇന്ന് ചന്ദ്രികയുടെ ജന്മദിനമാണല്ലോ, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ ചന്ദ്രികേനെ വിഷയമാണ്. അദ്ദേഹത്തിനും ചന്ദ്രിക അങ്ങ് ഞെട്ടിപ്പോണേ. ഈശ്വര, നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? മാധവേട്ടൻ പോലും ഇക്കാര്യം മറന്നിരിക്കുക.
ഈ വീട്ടിൽ ആരും ഇതുവരെ ഓർത്തിട്ടില്ല. നീ എങ്ങനെ അറിഞ്ഞു? അന്നേരം ജാനകി പറയണേ, അത് ഫോണിലൂടെ കണ്ടതാ. ഓ അത് ശരി. അങ്ങനെ പറഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങി അകത്തേക്ക് പോകുവാണ്. അങ്ങനെ ചന്ദ്രിക വന്ന് അമ്മായിയമ്മയുമായിട്ട് സംസാരിച്ച് നിൽക്കുമായിരിക്കും. അപ്പോൾ അന്നേരം മുത്തശ്ശി പറയണേ, നീ ഇതുവരെ എനിക്ക് ചായ തന്നില്ലല്ലോ. ഈ സമയം തന്നെ മുത്തശ്ശിനെ നോക്കാൻ അവിടെ നിൽക്കുന്ന ബിനു എന്ന് പറഞ്ഞ ഒരു ഊമയായിട്ടുള്ള ആളുണ്ട്. അയാളെ ചായയൊക്കെ തയ്യാറാക്കി മുത്തശ്ശിക്കും ചന്ദ്രികയ്ക്കും ചായ കൊടുക്കുവാണ്ടോ. അന്നേരം ചന്ദ്രിക ചായ എടുത്തിട്ട് മനസ്സിലാലോചിക്കണേ, ഇവൻ എനിക്ക് വേണ്ടി കൂടി ചായ ഉണ്ടാക്കി കൊണ്ടുവന്നല്ലോ. അതിനർത്ഥം ഇന്നെൻ്റെ പിറന്നാളാണെന്ന് അവൻ അറിയാതിരിക്കുമോ? എന്നിട്ട് ചന്ദ്രിക ചോദിക്കണേ, അല്ല വിനു, നീ എന്താ പതിവില്ലാതെ എനിക്കും കൂടി വേണ്ടി ചായ ഉണ്ടാക്കി കൊണ്ടുവന്നത്? എന്താ ഇന്നെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈകൊണ്ട് ആഗ്യം കാണിച്ച് വിനു അവിടെ നിന്നും പോകുവാണ്. അന്നേരം ഇവനും തൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഓർത്തില്ലല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രിക ഇങ്ങനെ മനസ്സിൽ വിഷമിച്ച് നിൽക്കുവാണ്. ഈ സമയം മുത്തശ്ശി വിനുവിനോട് പറയണേ, ഇവിടുത്തെ 2 മരുമക്കളുണ്ടല്ലോ, അവർ രണ്ടാളെയും പോയി നീ വിളിച്ചിട്ട് വാ. അങ്ങനെ വിനു മൂത്ത മോനായ പ്രകാശിൻ്റെ റൂമിൽ ചെന്ന് ഡോറിൽ ഇങ്ങനെ തട്ടുവാണ്. ഈ സമയം പ്രകാശിൻ്റെ ഭാര്യ സുചിത്ര എണീക്കുക. രാവിലെ തന്നെ തുടങ്ങി. അടുക്കളക്കാർ ഇഷ്ടമുള്ളത് പാചകം ചെയ്യാന്ന് വെച്ചാൽ അതിനിവിടുത്തെ അമ്മായിയമ്മ സമ്മതിക്കില്ലല്ലോ. അടുക്കള ഭരണം ഫുള്ളങ്ങ് ഏറ്റെടുത്തിരിക്കുകയല്ലേ. വീട് മാറി താമസിക്കാമെന്ന് പറഞ്ഞാൽ അതിനും ഇങ്ങനെ സമ്മതിക്കില്ല. ഈ സമയം പ്രകാശൻ എണീറ്റിട്ട് ചോദിക്കണേ, നീ എന്താ ഇവിടെ എണീറ്റ് വെറുതെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത്? അടുക്കളയിലേക്ക് ചെന്നൂടെ നിനക്ക്, വെറുതെ മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട്. അന്നേരം സുചിത്ര പറയണേ, നമുക്കിവിടുന്ന് മാറി താമസിക്കാമെന്ന് നിങ്ങളോട് എത്ര നാളായി പറയുന്നു? നിങ്ങൾക്ക് ശമ്പളമൊക്കെ കിട്ടുന്നതല്ലേ, പുതുതായിട്ടൊരു വീട് നോക്കിക്കൂടെ? അന്നേരം പ്രകാശൻ പറയണേ, എടി നമ്മൾ ഇവിടുന്ന് മാറി താമസിച്ചാലേ പിന്നെ മുഴുവൻ വീട്ടു ചിലവ് ഞാൻ തന്നെ നോക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ അച്ഛനുണ്ടല്ലോ. നിൻ്റെ മോളുടെയും ചിലവ് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് കിട്ടുന്ന ശമ്പളം നമുക്ക് മിച്ചം വെക്കാം. അതുകൊണ്ട് തൽക്കാലം വീട് മാറുന്ന കാര്യത്തെക്കുറിച്ചൊന്നും നീ ഇപ്പോൾ ആലോചിക്കണ്ട, നീ അങ്ങോട്ടേക്ക് ചെന്നേ. അങ്ങനെ സുചിത്ര എണീക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ജോഗിങ്ങിന് പോയിരിക്കുന്ന മാധവനെയാണ് കേട്ടോ. അങ്ങനെ മാധവനും ഫ്രണ്ട്സും കൂടി അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്ന് മാധവൻ പോക്കറ്റിൽ നിന്ന് തൻ്റെ പുതിയ വീടിൻ്റെ പണിതോണ്ടിരിക്കുന്ന ആ ഒരു വീടിൻ്റെ ആ ഒരു പ്ലാനൊക്കെ എടുത്ത് നോക്കുക. അത് കാണുമ്പോൾ മാധവൻ്റെ കൂട്ടുകാരൻ പറയണേ, മാധവ, ഇതുപോലൊരു വീട് പണിയാൻ ലക്ഷങ്ങളല്ല കോടികൾ തന്നെ വേണ്ടി വരും. അതിനുവേണ്ടി നീ ആദ്യം കാശ് സ്വരുക്കുട്ടിയൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ നിൻ്റെ സ്വഭാവം അനുസരിച്ച് ആരെങ്കിലും കുറച്ച് കാശ് കടമായിട്ട് ചോദിച്ചാൽ നീ അപ്പം തന്നെ എടുത്ത് കൊടുക്കില്ലേ? അന്നേരം മാധവൻ പറയണേ, എൻ്റെ കൂട്ടുകാർക്ക് തന്നെയല്ലേ ഞാൻ കൊടുക്കുന്നത്. എൻ്റെ പോലെ തുച്ഛമായ ശമ്പളത്തിലല്ലേ അവരും ജീവിക്കുന്നത്. അപ്പോൾ അവരെ സഹായിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? ഈ സമയം മാധവൻ്റെ വേറെ കൂട്ടുകാരൻ പറയണേ, എന്നാലും ഈ ഒരു സമയത്ത് വീട് പണിയേക്കാളും വലുത് മോളുടെ വിവാഹമാണ്. 2 മക്കളെ നിനക്ക് കെട്ടിച്ചു വിടാനില്ലേ? ആ കാര്യമല്ലേ ആദ്യം ചെയ്യേണ്ടത്? അന്നേരം മാധവൻ പറയണേ, എൻ്റെ മക്കളുടെ വിവാഹം അത് നടക്കും, സമയമാകുമ്പോൾ എല്ലാം നടന്നിരിക്കും. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ വീടും. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ പറഞ്ഞ മാധവൻ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രികേനാണ് കേട്ടോ. ഈ സമയം സുചിത്ര അടുക്കളയിലേക്ക് എത്തുവാണ്. അന്നേരം സുചിത്രയുടെ ചന്ദ്രിക പറയണേ, അതെ ഇന്ന് നമുക്ക് കുറച്ച് പായസവും കൂടി ഉണ്ടാക്കാം. അതേക്കുന്ന സുചിത്ര ചോദിക്കണേ, ഇന്നെന്തിനാ പായസമൊക്കെ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ തന്നെ കുറേ പണിയുണ്ട്. പിന്നെ പായസം ഉണ്ടാക്കാൻ മാത്രം പ്രത്യേകിച്ച് ഇവിടെ വിശേഷമൊന്നുമില്ലല്ലോ. അതേക്കുമ്പോൾ ചന്ദ്രിക വല്ലാതെ സങ്കടമാകുക. ഇവളും എൻ്റെ പിറന്നാളൊന്നും ഓർത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ചന്ദ്രികയുടെ ഉള്ളിലുണ്ട് കേട്ടോ. അന്നേരം ചന്ദ്രിക പറയണേ, ശരി ഇവിടെ പായസം ഉണ്ടാക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. ഈ സമയത്ത് രണ്ടാമത്തെ മകനായ മനോജ് പുതപ്പൊക്കെ മൂടി ബൂസ്റ്റിങ്ങിനെ കട്ടെടുക്കാൻ വരുവാണ്. അത് കാണുന്നതും സുചിത്ര മനോജിനെ കൈയോടെ പിടികൂടുന്നുണ്ട്. ദേ കണ്ടില്ലേ മേ, ദേ ഹരിതയുടെ ദാസം വന്നിരിക്കുന്നു. ഭാര്യയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയാ രാവിലെ തന്നെ അടുക്കളയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അന്നേരം മനോജ് പുതപ്പൊക്കെ മാറ്റിയിട്ട് പറയണേ, എന്താ കേട്ടത് ഇത്? എൻ്റെ ഭാര്യയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നോക്കേണ്ടത് ഞാനല്ലേ? അവൾക്കല്ലേ എൻ്റെ ജീവിതത്തിൽ 1ാം സ്ഥാനം, അത് കഴിഞ്ഞിട്ടേ വേറെ ആരുമല്ലോ എന്ന് പറഞ്ഞ് അമ്മയെ നോക്കുവാണ്. എന്നിട്ട് പറയണേ, അത് പിന്നെ 2ാം സ്ഥാനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യ സ്ഥാനം എൻ്റെ അമ്മക്ക് തന്നെയാണ്. അന്നേരം ചന്ദ്ര പറയണേ, വേണ്ട വേണ്ട, നീയേ അവൾക്ക് തന്നെ 1ാം സ്ഥാനം കൊടുത്താൽ മതി. അല്ല ഇന്നെന്താ സ്പെഷ്യൽ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുന്നത്? ഇന്നെന്താ വല്ല പ്രത്യേകതയാണോ? അവളുടെ ബർത്ത്ഡേ മറ്റുമാണോ? ഏയ് അവളുടെ ബർത്ത്ഡേ ഇന്നല്ല, ജൂലൈ 3-നാ. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ പറഞ്ഞ് മനോജ് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ചന്ദ്രിക വിഷമത്തോടെ ആലോചിക്കണേ, ഇന്നലെ കയറി വന്ന അവളുടെ ബർത്ത്ഡേ അവന് നല്ല ഓർമ്മയുണ്ട്, സ്വന്തം അമ്മയുടെ ബർത്ത്ഡേ അവനറിയില്ല. പിന്നീട് കാണിക്കുന്നത് മനോജ് ഹരിതയ്ക്ക് പാലിൽ ബൂസ്റ്റൊക്കെ കലക്കി അതൊക്കെ തയ്യാറാക്കി ഹരിതയെ വിളിച്ചെണീപ്പിക്കുവാണ്. ഇതാ നിനക്ക് വേണ്ടി ഞാൻ പാലൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ചായയാണല്ലോ, നിനക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അയ്യോ സമയം ഇത്രയായോ, ഓഫീസിൽ പോകാൻ റെഡിയാവണം. അന്നേരം മനോജ് പറഞ്ഞേ, അതിനെന്താ, നിനക്ക് വേണ്ടി കുളിക്കാനുള്ള വെള്ളം വരെ ചൂടാക്കി ഞാൻ അവിടെ ബാത്റൂമിൽ വെച്ചിട്ടുണ്ട്. വേറെ ആരും കയറാതിരിക്കാൻ ഫസ്റ്റ് തന്നെ ഞാൻ പോയി സ്ഥലം പിടിച്ചിട്ടുണ്ട്. നീ വേഗം ചെന്ന് റെഡിയായിക്കോ. ഈ സമയം ഹരിത പറയണേ, പിന്നെ നിൻ്റെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൻ്റെ കാര്യം എന്തായി? അതിൻ്റെ പ്രോഗ്രസ് ഒന്നും പിന്നീട് കാണുന്നില്ലല്ലോ. അന്നേരം മനോജ് പറഞ്ഞേ, അതൊക്കെ ശരിയാവും, കുറച്ചും കൂടി ഫണ്ടിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്, അതൊക്കെ പതിയെ ഞാൻ ശരിയാക്കിക്കോളാം. അന്നേരം ഹരിത പറയണേ, ദേ
നിനക്ക് പൈസയുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അച്ഛനോട് പറയാം. അത് കേൾക്കുന്നതും മനോജ് ഹരിതയുടെ അച്ഛൻ്റെ ഗുണ്ടകൾ മനോജിനെ ഇങ്ങനെ തല്ലുന്ന കാര്യമൊക്കെ ഓർക്കുവാണ്. എന്നിട്ട് പറയണേ, അതൊന്നും വേണ്ട, നിൻ്റെ അച്ഛനോടൊന്നും പറയണ്ട, അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. നിൻ്റെ അച്ഛനെ ഒന്നാമതെന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാ, പൈസയും കൂടി ചോദിച്ചാൽ പിന്നെ തീർന്നു. അത് കേൾക്കുന്ന ഹരിത പറയണേ, എൻ്റെ അച്ഛനിങ്ങനെ പേടിക്കല്ലേ, നീ ഇങ്ങനെ ഒരു പേടിത്തൂരി ആയിപ്പോയല്ലോ. ഞാനേ വലിയ വീട്ടിലാണ് ജനിച്ച് വളർന്നതൊക്കെ, എനിക്ക് ഈ വാടക വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് മടുത്തു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നീ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കണം. അപ്പോൾ ഇവരുടെ ഈ സംസാരമൊക്കെ പുറത്ത് നിന്ന് മുത്തശ്ശി കേൾക്കുന്നുണ്ടാകും കേട്ടോ. അത് കേട്ട് മുത്തശ്ശി ഇങ്ങനെ പറയുക, ഇവളെപ്പോലുള്ള അഹങ്കാരികളൊക്കെ കെട്ടാൻ മനോജിനെ പോലെ കുറേ കിഴങ്ങന്മാരുണ്ടാവും. എൻ്റെ വന്ദന മോൾക്ക് എന്നാണാവോ ഒരു നല്ല പയ്യനെ കിട്ടുന്നത്. അവളുടെ വിവാഹം എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലേക്ക് എത്തുന്ന വന്ദനേനെയാണ്. അങ്ങനെ വന്ദന അവിടെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരിക്കും. ഈ സമയം പൂജാരി കല്യാണമൊന്നും ആയില്ലേ എന്ന് നന്ദനയോട് ചോദിക്കുക. ഇല്ല, ഇതുവരെ ശരിയായിട്ടില്ല എന്ന് വന്ദന പറയുന്നുണ്ട്. ആ സമയം തിരുമേനി പറയണേ, സാരമില്ല, വിഷമിക്കണ്ട, വൈകാതെ തന്നെ മംഗല്യഭാഗ്യം ഉണ്ടാവട്ടെ, ഞാനും പ്രാർത്ഥിക്കാം. പിന്നീട് അവിടെ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്ന വന്ദനയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം 2-3 ചേച്ചിമാരൊക്കെ ഒന്നിച്ച് നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ചേച്ചി പറയണേ, ആ കുട്ടിയെ കാണാൻ കാണാമല്ലോ, നല്ല ഐശ്വര്യവും തേജസ്സും ഒക്കെ ഉണ്ട്. അന്നേരം അവരിൽ ഒരാൾ പറയണേ, ഇത് നമ്മുടെ മാധവൻ ചേട്ടൻ്റെ മോളാണ്, കാണാൻ ഐശ്വര്യമൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, ഇതുവരെ വിവാഹം നടന്നിട്ടില്ലാന്നേ. ജാതകത്തിൽ എന്ത് ചില ദോഷങ്ങളും മറ്റുമുണ്ട്, വിവാഹയോഗ്യം ഇല്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവരുടെ സംസാരമെല്ലാം വന്ദന കേൾക്കുന്നുണ്ടാവും. ഈ സമയം അവർ പറയണേ, എന്താണെങ്കിലും കാണാൻ വലിയ തിരക്കേടില്ലാത്തതുകൊണ്ട് ഒരു 2ാം കെട്ടുകാരനെങ്കിലും കിട്ടുമായിരിക്കും. എങ്കിലും അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കള്ളുകുടിയനോ പുകവലിയുള്ളവനോ അങ്ങനെ എന്തെങ്കിലും ദുശീലമുള്ളവനൊക്കെ ആയിരിക്കുമെന്നേ. അങ്ങനെ അവരോട് പറയുന്ന ഈ വാക്കുകളൊക്കെ കേട്ട് സങ്കടത്തോടെ നിൽക്കുന്ന വന്ദനയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. എന്നും എപ്പിസോഡ് റിവ്യൂക്കും പ്രമോ റിവ്യൂ ഒക്കെ കേൾക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.